കേരളത്തിലെ വനിതാ സേനാംഗങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പൊതുവെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാവരിലും പൊതുവെ മതിപ്പ് വരുന്ന സ്ഥിതി വരും. മികച്ച ക്രമസമാധാനമുള്ള നാടായി നമ്മുടെ കേരളത്തെ തെരഞ്ഞെടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയ സംഘർഷങ്ങളില്ലാത്ത നാടായി കേരളത്തെ തെരഞ്ഞെടുക്കുന്നു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായി പോലീസ്, സ്റ്റുഡന്റ് പോലീസ് നടപ്പിലാക്കിയ സംസ്ഥാനമായി കേരളം മാറും. പ്രത്യേക വനിതാ ബറ്റാലിയൻ രൂപീകരിച്ച് സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയും കൂടുതൽ സ്ത്രീ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറും. മികവുറ്റ അന്വേഷണ സംഘമുള്ള സംസ്ഥാനമായി കേരളം മാറുന്നു. ശാസ്ത്രീയ അന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും ദുർഘടമായ കേസുകൾ തെളിയിക്കുന്ന സംസ്ഥാനം ഇന്ന് കേരളമാണ്. എത്രയെത്ര കേസുകൾ തെളിയിച്ചു വരും. സൈബർ കുറ്റകൃത്യങ്ങളെ തടയുവാൻ പ്രത്യേക സംവിധാനമുള്ള സംസ്ഥാനമായി കേരളം മാറുന്നു. രാജ്യാന്തര സൈബർ കുറ്റവാളികളെ അടക്കം പിടികൂടുവാൻ എക്സ്പേർട്സ്, വൈദഗ്ധ്യമുള്ള പോലീസ് സംവിധാനം ഇന്ന് നമ്മുടെ കേരള പോലീസിനുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തെ ഭൂരിപക്ഷം പോലീസ് സ്റ്റേഷനുകളും സ്ത്രീ സൗഹൃദ, വയോജന സൗഹൃദവും ശിശു സൗഹൃദവും ഒക്കെയായി മാറി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കൺവിക്ഷൻ റേറ്റ് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു. പലരും കേസ് രജിസ്റ്റർ ചെയ്യും, പക്ഷെ കൺവിക്ഷനിലേക്ക് എത്തുന്നില്ല. കൺവിക്ഷൻ റേറ്റ് എടുത്ത് പരിശോധിച്ചാൽ CBIയേക്കാളും കൺവിക്ഷൻ റേറ്റ് ഉള്ള അന്വേഷണ സംവിധാനം കേരളമാണ്, കേരള പോലീസാണ് എന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വയോജന സൗഹൃദവും സ്ത്രീ സൗഹൃദവും ശിശു സൗഹൃദവുമാണ് നമ്മുടെ പോലീസ് സംവിധാനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ ഓരോ മേഖലയിലും നമുക്ക് എടുത്തു പറയാനുള്ള നേട്ടങ്ങൾ കേരള പോലീസിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന്. എന്നാൽ എപ്പോഴും നെഗറ്റീവ് മാത്രം പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സേനക്കെതിരെ എല്ലാ കാലത്തും നെഗറ്റീവ് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പൊതു പ്രവണതയും. പോലീസ് എന്ത് നല്ലത് ചെയ്താലും അത് പറയാൻ പലർക്കും താല്പര്യം. എന്നാൽ എന്തെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് പർവ്വതീകരിച്ച് വലിയ ഒരു വിഷയമാക്കി മാറ്റി പോലീസിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുണ്ട്. ഇതാണ് വലിയ നിലയിൽ വരുന്നത്. അത് ഒരു തരത്തിലും പോലീസ് സേനയെ ബാധിക്കുന്നില്ല. കാരണം ജനങ്ങൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വലിയ നിലയിൽ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലത്ത് തെറ്റായ പ്രചരണങ്ങളെ ശരിയായ നിലയിൽ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.